പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യൂട്യൂബിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് പാക്ക് ഉണ്ടാക്കിയെടുക്കാനാണ്. വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് എങ്ങനെ നമുക്ക് ആ ബ്രൈറ്റ്നസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ അത് എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന് കിട്ടുന്ന റിസൾട്ട് എന്താണെന്നൊക്കെ നമ്മൾ വിത്ത് പ്രൂഫായിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്ത് നടക്കുകയാണെങ്കിൽ അവർ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഫേസിലൊന്നും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നതിന് മുന്നേ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം. ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു വൈറ്റനിങ് പാക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ, ബ്രൂ ആണ് വേണ്ടത്. നിങ്ങളടുത്ത് ഏത് കാപ്പിപ്പൊടിയാണോ ഉള്ളത് അതെടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ കഴിഞ്ഞ 2 ഷോർട്ട് വീഡിയോയിലും ഞാനിട്ട ബ്രൈറ്റനിങ് പാക്ക്, അതുപോലെ ഞാനൊരു പീൽ ഓഫ് മാസ്ക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഞാൻ ഈ ഒരു ബ്രൂ കോഫി പൗഡർ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് അങ്ങനെ ഒന്നല്ല, ഇത് വേറൊരു സ്കിൻ ബ്രൈറ്റനിങ് പാക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതാണ് ലെമൺ ചെറുനാരങ്ങ. ഇത് തിന്നാനുള്ളതല്ല. ഉച്ചൂസ് സ്കൂൾ വിട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ആൾക്കൊരു ഡൗട്ടാണ് ചോദിക്കേണ്ടത് എന്താണെന്നുള്ളത്. അവനറിയില്ല ഞാൻ എന്ത് സംഭവം ചെയ്യാൻ പോകുന്നത്. എന്തോ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് അന്ന് ചോദിച്ചാൽ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 ചെറിയ പാക്കറ്റ് കോഫി പൗഡർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ ഒരാൾ ഇവിടെ കട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. കട്ട് വെച്ച ആളെ ഞാൻ കാണിച്ചു തരാം. ചെറുനാരങ്ങ ഇയാൾ കട്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് സാധനം ഇവിടെ എടുത്ത് വെച്ചാലും എനിക്കത് കിട്ടുന്ന പരിപാടി ഇല്ല. അത് ഇവർ പല വഴിക്ക് കൊണ്ടുപോയി വെക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇവന് കുറച്ച് കുരുത്തക്കട കൂടുതലാണ്. ഈയിടായിട്ട് ഭയങ്കര കുരുത്തക്കടായില്ല. 4-ാം വയസ്സത്തെ നട്ടപ്രാന്താന്ന് പറയുന്നത്. അതന്നെ സംഭവം. ഒരാളിത് അപ്പുറത്ത് നിന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. സ്മൈൽ പ്ലീസ്. അങ്ങനല്ല, നല്ലോ പറയും, മെല്ലെ പറയും. അപ്പോൾ അതാ ഒരു നാരങ്ങൻ്റെ പകുതി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ചെറുനാരങ്ങൻ്റെ കാര്യം പറയാനാണെങ്കിൽ ചിലരുടെ സ്കിന്നിൽ ചെറുനാരങ്ങ അത്ര സ്യൂട്ടാവില്ല. അപ്പോൾ അങ്ങനെ തോന്നുന്നവരാണെങ്കിൽ വല്ല ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നാരങ്ങ ഉപയോഗിക്കേണ്ട എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഒരാൾ സ്റ്റാൻഡ് വല്ലാണ്ട് തട്ടുന്നുണ്ട് കേട്ടോ താഴത്ത്. അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ക്ക് ആവുന്നത് കേട്ടോ വീഡിയോ. അപ്പോൾ എന്തായാലും ചെറുനാരങ്ങ വേണ്ടവർ മാത്രം ഉപയോഗിക്കുക, അല്ലാത്തവർ ചെറുനാരങ്ങ സ്കിപ്പ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് അലോവേര ജെല്ല്, പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള അലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലത് അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലോവേര ജെല്ലൊക്കെ ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്ക്. അപ്പോൾ ഒരാളിത് ആ പാക്കിൽ ഇരുന്നിട്ട് നാരങ്ങ ഒക്കെ കട്ട് നിന്നുണ്ട്. പകുതി നാരങ്ങ ഞാനിതിൽ ഒഴിച്ച് അതിൻ്റെ പകുതി ആള് കട്ട് തിന്നാം കേട്ടോ. അപ്പം എങ്ങനെയാണോ തിന്നുന്നത് എനിക്കറിയില്ല കേട്ടോ, കാരണം ഭയങ്കര ഒരു പുളിയല്ലേ. ഷോനിക്ക് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ടാ തിന്നുന്നത്. ആദ്യമേ ഈ നെല്ലിക്കൊക്കെ ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് ഇങ്ങനെ തിന്നണതാണ് കേട്ടോ. എങ്ങനെ എനിക്ക് തിന്നണം എനിക്കറിയില്ല. എനിക്കോട്ടെ ഒത്തിരി ഇങ്ങോട്ടെ. ഭയങ്കര പുളിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് കേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ചെടുത്തിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളെ ക്യാമറ വരുന്നത് എവിടെയാണ്, പക്ഷെ ഞാൻ നോക്കുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ ആർക്കായാലും ഈ മുമ്പത്തെ ക്യാമറയിലൊക്കെ നോക്കാൻ പറ്റില്ല. നമ്മളെ ഫേസിലേക്കല്ല നോക്കുക, ക്യാമറയിലേക്ക് നോക്കാൻ പറ്റൂല കേട്ടോ. എന്താ അറിയില്ല. പക്ഷേ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ക്യാമറയിലേക്ക് നോക്കാൻ ശ്രമിക്കാറുണ്ട്.
അപ്പോൾ ഇതാ നമ്മളെല്ലായിടത്തും തേച്ചെടുക്കുക, നെറ്റിയിലൊക്കെ തേച്ചെടുക്കുക. കാര്യമായിട്ട് ഇതിൽ നാരങ്ങനീരിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. നാരങ്ങനീരാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തൊരു പാക്കും കാര്യങ്ങളാണെങ്കിലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ. ചിലർ കണ്ണിന് താഴെ ഒന്നും അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാണലില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ വളരെ സെൻസിറ്റീവ് സ്കിൻ ഭാഗം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഞാൻ എന്താ അറിയില്ല, ഞാൻ അവിടെ അപ്ലൈ ചെയ്യലുണ്ട്. കാരണം ആ ഒരു ഭാഗം മാത്രം ഒരു ഡാർക്ക്നെസ് പോലെ തോന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ അപ്ലൈ ചെയ്യലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കഴുത്തിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. അല്ലെങ്കിൽ കഴുത്ത് വേറെ കളറ്, മുഖം വേറെ കളറ് പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് യൂട്യൂബിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടായതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് നിന്ന് കോഫി പൗഡർ കുറച്ച് കുറഞ്ഞു പോയി. കുറച്ചുകൂടി കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല തിക്നെസ്സിൽ അത് നമ്മുടെ ഫേസിലുണ്ടാകും. പക്ഷേ എൻ്റെ അടുത്ത് കോഫി പൗഡർ കുറഞ്ഞു പോയെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ ഒരു പാക്ക് റെഡിയാക്കുകയാണെങ്കിൽ കുറച്ച് കോഫി പൗഡർ കൂടുതൽ ഇട്ടെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ലൈവായിട്ട് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോക്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അതൊന്ന് തൊടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട്. അപ്പോൾ കുറച്ചുകൂടി കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബ്രൈറ്റൻ ആവുമെന്ന് എനിക്ക് തോന്നിയിട്ട് കേട്ടോ. എന്നാലും ഞാൻ നേരത്തെ ഇരുന്ന സ്കിന്നിനെക്കാട്ടിയും കുറച്ച് ഡള്ളായതൊക്കെ മാറിയിട്ട് ഒരു കറക്റ്റ് നല്ലൊരു വൈറ്റനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് മുഖത്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ മാത്രം കാണിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വാഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ഫേസ് വാഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റ് ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. യൂട്യൂബിലൊക്കെ വളരെ വൈറലായിട്ടുള്ളൊരു ഹോം റെമഡി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ കുറേ ആളുകൾക്ക് നല്ല നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.